ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലവിധ രോഗപീഠകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വീടുകളിലൊക്കെ കിടപ്പ് രോഗികൾ കിടന്നുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്. കുടുംബങ്ങളിലൊക്കെ വലിയ മാനസിക പീഡയിലൂടെ കടന്നു പോകുന്നവർ, വലിയ ഭയവും നിരാശയും ദുഃഖവും അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ ശുശ്രൂഷകൾ അവരൊക്കെ ആയിരിക്കുന്നിടങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങൾ ഒരുപക്ഷെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് പോലും തടസ്സമായി പലതും നമ്മുടെ മേലുണ്ടാവും. ചില വേദനകൾ, ചില ഭാരങ്ങൾ അതിങ്ങനെ വിട്ടുമാറാതെ നമ്മളെ പിന്തുടരുന്നുണ്ടാവും. ഈശോയെ, എന്നെ ശല്യപ്പെടുത്തുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന ഇപ്രകാരമുള്ള എല്ലാ ശാരീരിക പീഡകളെയും ഈ പരിശുദ്ധ അൾത്താരയിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ അനുഭവിക്കുന്ന ശാരീരികമായ വേദനയും പീഡയും ഏതാണോ അത് ഇപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയോട് പറയണം. നമ്മളൊരു ഡോക്ടറിൻ്റെ മുമ്പിൽ ചെന്ന്, ഡോക്ടറെ, എൻ്റെ ശരീരത്തിലെ രോഗപീഠകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ നിന്റെ ശരീരത്തിന് ആവശ്യമായ സൗഖ്യം നൽകുന്നു, മരുന്ന് നൽകും, നിന്റെ രോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യും, നിന്നോട് കൃത്യമായിട്ട് ഡോക്ടർ സംസാരിക്കും. ഇതാണ് ഡോക്ടറുടെ സാന്നിധ്യം. അത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ ഉള്ളിലുള്ള നീ ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ആ രോഗങ്ങളും പീഡകളും എല്ലാം സമർപ്പിക്കുക. കർത്താവേ, ഈ പീഡകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് എൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഞാൻ സമർപ്പിക്കുന്നു. ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. പ്രത്യേകിച്ച് ശിരസ് മുതൽ ഉള്ളങ്കാല് വരെയുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകൾ, ഒരുപക്ഷെ ചിലർക്ക് വലിയ തലവേദന, തലയ്ക്ക് ഭാരം, അങ്ങനെയുള്ളവരുണ്ടല്ലോ, പ്രാർത്ഥിച്ചേ. ചിലർക്ക് പ്രഷർ വേരിയേഷൻസ്, കർത്താവേ, ദേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ ഓരോ വേദനകൾ സമർപ്പിക്കുന്നു. കൈകാലുകളുടെ വേദന, നടക്കാനും നിൽക്കാനും പറ്റാത്ത വണ്ണമുള്ള ക്ഷീണം, അസ്വസ്ഥത, കാലുകളുടെ ബലക്കുറവും, ശരീരത്തിലെ അസ്ഥികൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദനയും ഒക്കെ അങ്ങ് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം, യേശുവേ, യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആഗ്രഹിക്കണം. 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേ പ്രാർത്ഥിച്ചോ. പോട്ടാശ്രമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ശുശ്രൂഷകരോട് ചേർന്ന് നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കുകയാണ്. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഈശോയെ, ദേ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ മേൽ കർത്താവെ അങ്ങ് നിയന്ത്രണം വേണം. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. പരിശുദ്ധാത്മാവിനോട് ഈ ഗാനത്തിൻ്റെ ഈ 2 വരികൾ നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഗാനത്തിൻ്റെ വരികളാണ്. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, പരിശുദ്ധാത്മാവേ, ദേ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമുണ്ട്. എനിക്ക് അഭിഷേകം കിട്ടുമോ? എനിക്ക് സൗഖ്യം കിട്ടുമോ? ഞാനൊരു പാപിയല്ലേ? എൻ്റെ സഹോദര, സഹോദരി, അനാവശ്യമായ ചിന്തകൾ തലയ്ക്കകത്ത് വേണ്ട, എതിർചിന്തകൾ വേണ്ട. കാരണം ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കർത്താവിന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്.
കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നിലത് സംഭവിക്കും. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. പ്രാർത്ഥിച്ചേ ചേർന്ന്. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. പാടാം. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. പാടാം. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. കരങ്ങൾ ഇങ്ങനെ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് എല്ലാവരും കൊണ്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശാരീരിക രോഗപീഠകൾ യേശുവേ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്താൽ ഈ സമയത്ത് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ കുരിശടയാളം വരച്ചൊന്ന് വിശുദ്ധീകരിച്ച് നെറ്റിയിൽ കുരിശടയാളം വരച്ച് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിച്ച അഭിഷേകം ഞങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ. ശ്രുതി പറഞ്ഞേ ആമേൻ, 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 ആമേൻ. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ശരീരത്തെ നമ്മൾ വിശുദ്ധീകരിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ്, ഈ മനസ്സിൽ ഒത്തിരി ചിന്തകളുണ്ടല്ലോ, ഒത്തിരി ആലോചനകളുണ്ടല്ലോ, ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. സമർപ്പിച്ചേ. നീ എന്തിനെക്കുറിച്ചാണ് ദേ ഇപ്പോൾ ഈ സമയം ഭാരപ്പെടുന്നത്? ഇന്നത്തെ ദിവസം നീ എഴുന്നേറ്റപ്പോൾ മുതൽ ഒരുപക്ഷെ നിന്നെ അലട്ടുന്ന ചില വിഷയങ്ങളുണ്ടാകും. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ തലയിൽ ഇന്ന് വരുന്നുണ്ടാകാം. ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ ഓരോ നിലപാടിനെയും സമർപ്പിക്കണം. ചിലപ്പോൾ കൂടെയുള്ളവർ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല, സങ്കടം ഉണ്ടാവും. വിഷമിക്കേണ്ട, ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ വീട്ടിൽ നീ പ്രതീക്ഷിച്ചതുപോലെ നിന്നെ മറ്റുള്ളവർ സ്നേഹിച്ചില്ല, അംഗീകരിച്ചില്ല, പരിഗണിച്ചില്ല, ഉള്ളിൽ വിഷമം ഉണ്ടാവും, വല്ലാത്ത വിഷമം ഉണ്ടാവും. അത് സമർപ്പിക്കുക. നിന്റെ മനസ്സിൻ്റെ മുറിവിനെ ഈശോ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വീട്ടിൽ അടുത്ത നാളിലുണ്ടായ ഒരു മരണം, ആ മരണത്തോട് ചേർന്ന് വലിയൊരു ഭാരം ഉള്ളിൽ വന്നിട്ടുള്ളവരുണ്ട്. ചില അപകടങ്ങളും ചില സംഭവങ്ങളും നേരിൽ കണ്ടതിൻ്റെയൊക്കെ വിഷമം ചിലരുടെ ഉള്ളിലുണ്ടല്ലോ. സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ ചില ആളുകളോട് മറക്കാനും പൊറുക്കാനും പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, വലിയ വിഷമം ഉള്ളിലുണ്ടാവും. എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് അത്രമേൽ സ്നേഹിച്ച ചിലര് നിങ്ങളോട് പെരുമാറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ഈ സമയത്ത് ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ മനസ്സിലുള്ള എല്ലാ വികാര വിചാരങ്ങളുടെ മേലും കർത്താവിൻ്റെ നിയന്ത്രണം ഉണ്ടാവണം, കർത്താവിൻ്റെ നിയന്ത്രണം ഉണ്ടാവണം. ഏതെങ്കിലും ഭയചിന്ത നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഭയചിന്ത, അൺനെസസറി ഫിയർ. ആരെയെങ്കിലും ഭയം വേട്ടയാടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സറണ്ടർ ആൻഡ് പ്രേ. ഈശോയെ, ദേ ഇന്ന ഭയം ഞാൻ സമർപ്പിക്കുന്നു, ഇന്ന വിഷയം ഞാൻ സമർപ്പിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വസ്ഥതയില്ലാത്ത ചിലരുണ്ടാവും. സ്വസ്ഥതയില്ല, എന്താണെന്നറിഞ്ഞുകൂടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുന്നു, ഉറക്കം കിട്ടുന്നില്ല, ഭാരപ്പെടുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും തോറും ഭാരം. സമർപ്പിച്ചോ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. ഈ സമയത്ത് എൻ്റെ മനസ്സിനെ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ,
അഭിഷേകം ചെയ്യണേ. അനന്ത കോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അനന്ത കോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അനന്ത കോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. അഭിഷേകം ചെയ്യണേ. എൻ ദേശമുണർന്നു